ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ പുതൂർപ്പള്ളി അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതായത് മെയിൻ റോഡിൽ തന്നെ തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ പോകുന്ന മെയിൻ റൂട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇന്ന്. കാരണം വണ്ടിയൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ, ഒരുപാട് ട്രാഫിക്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അവധി ദിവസമായിട്ട് പോലും എന്താ തിരക്ക്, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അതിനൊരു ശാശ്വത പരിഹാരമാകുന്നില്ല. കാരണം ബൈപ്പാസും കാര്യങ്ങളുമൊക്കെ വന്നെങ്കിലും അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചായിട്ടില്ല. കാരണം വണ്ടിയൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഭാഗ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പിടിച്ചിടും, ട്രാഫിക്കിൽ വരുമ്പം ബ്ലോക്കാവും, അങ്ങനെയാണ്. പക്ഷേ നീണ്ട ഒരു ക്യൂ ഒക്കെയാണ് ഇവിടെ, വണ്ടിയുടെയൊക്കെ ഒരുപാട് നീണ്ട ക്യൂ ഒക്കെയാണ്. കണ്ടില്ലേ, വലിയ വണ്ടി ഇങ്ങനെ അപ്പോ ഞാനിപ്പോ ചങ്ങനാശ്ശേരിയിൽ ഇവിടെയാണ്, അതായത് പുതൂർപ്പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഞാൻ കയറുകയാണ്. ഇപ്പോൾ അവിടെ ഇപ്പം ഭയങ്കര ഈവനിങ് സമയമായതുകൊണ്ട് ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട് ഈ പുതൂർപ്പള്ളിക്കകത്തൊക്കെ. അതായത് മെയിനായിട്ട് ഇവിടെ കച്ചവടം നടക്കുന്നതെന്ന് പറയുന്നത് ജ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഷെയ്ക്ക്, കുലുക്ക് സർബത്ത്, പിന്നെ ഒരുപാട് ജ്യൂസുകൾ, മെയിനായിട്ടും അതൊക്കെയാണ്. അതായത് പിന്നെ ഷാർജ, അങ്ങനെയുള്ള ചോക്ലേറ്റ് സർബത്ത്, പിന്നെ കുലുക്ക് സർബത്ത്, ഓറഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഐസ്ക്രീംസിന്റെ ഒരു വലിയ നിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ നല്ല കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുതൂർപ്പള്ളി. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നതാണ്. ഇപ്പം ഞാൻ തിരിഞ്ഞു നിൽക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് പറഞ്ഞ കടകൾ. ഒരു 5-6 കടയുണ്ട് കേട്ടോ, 5-6 കട ഇവിടെ തന്നെ. അതായത് അവിടെ എല്ലാം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ഇവിടുത്തെ ഈവനിങ് ഏറ്റവും കൂടുതൽ ജ്യൂസുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം, ഒരു സ്പോട്ടാണ് ഈ പുതൂർപ്പള്ളി കോംപ്ലക്സിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്തൊക്കെ ഫ്രഷ് ജ്യൂസൊക്കെ നല്ല ചിലവുണ്ട് ഇവിടെ. ഫ്രഷ് ജ്യൂസിനൊക്കെ നല്ല ഇതുണ്ട്. ഈ ഷാർജ ഷെയ്ക്ക്, അങ്ങനെയുള്ള ഷെയ്ക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല ആളാണ്. അങ്ങനെയുള്ളതിനൊക്കെ ഇവിടെ കുടിക്കാനും ഒക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ സമയമാകുമ്പോഴത്തേന് നിറയും ഇവിടെയൊക്കെ. ഇനിയിപ്പം രാത്രിയാകും തോറും ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടി വരും. ഒരു 6 മണി, 7 മണി, 8 മണി ടൈമിലൊക്കെ ആവുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ പിന്നെ ഒരു ഹോട്ടലും ഒക്കെ ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. അവിടെയും നല്ല തിരക്കാണ്. പുട്ടും മട്ടനും എന്നൊക്കെ പറഞ്ഞ് കാണാവോ, ഇതായി കാണുന്നത് പുട്ടും മട്ടനും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പുട്ടും മട്ടനും മാത്രമല്ല, പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സർബത്തിന് വേണ്ടി തന്നെയുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല സർബത്തൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ നല്ല സർബത്ത് കിട്ടും. അതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചിയൊക്കെ ഒഴിച്ചിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കുടിക്കാനായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജ്യൂസ് സെൻറ്റർ തന്നെ ഒരു 5-8 ഇവിടെ ബാങ്ക് വിളിക്കുകയാണ്. പള്ളിയുടെ, ഞാൻ പറഞ്ഞില്ലേ പുതൂർപ്പള്ളിയാണ്, ജമാഅത്ത് മുസ്ലിം പള്ളിയാണിത്. അവിടെ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ നേരമൊക്കെ ഇവിടെ ബാങ്ക് വിളിയുടെ ഈ സമയം കഴിയുമ്പോഴാണ് ഇനി ഇവിടെ തിരക്ക് വരുന്നത്. അതായത് ബാങ്കൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഇനിയിപ്പം നോമ്പിൻ്റെ സമയം, നോമ്പൊക്കെ ഇവർ നോക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നോമ്പ് തുറന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര ആളാവും. അതായത് പള്ളിക്കലിയിൽ നിന്ന് വന്നിട്ട്
ഇവിടെയൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആവും. പിന്നെന്താണ്, ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിന്നാൽ വലിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനും എല്ലാം ഇവിടെ ആകുമ്പോഴത്തേന് പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിക്കുന്നു. പിന്നെ എല്ലാവരും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നിപ്പം പല ആൾക്കാരെ സംബന്ധിച്ചും ഇന്ന് ഓഫീസുകളൊക്കെ അവധിയായിരുന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റലുകളും ഓഫീസുകളും കാര്യങ്ങളൊക്കെ അവധിയായിരുന്നത് കൊണ്ട് ഒരു മെസ്സേജ്, ഹോസ്പിറ്റലിന്റെ ഒരു മെസ്സേജ് ഇപ്പം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നറിയാൻ പറഞ്ഞു. അപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ഇന്ന് കുറവായിരുന്നു. കാരണം സ്കൂളുകളില്ല, ഓഫീസുകളില്ല, അങ്ങനെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഇന്ന് വളരെ കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ടൗണില്, പക്ഷേ ടൗണിൽ ഒരു തിരക്കിനും കുറവില്ല കേട്ടോ. ഞാൻ പറഞ്ഞ എന്നാ വെച്ചാൽ നമ്മുടെ ഈ മെയിൻ റോഡിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ വന്നതാണ്. അത്യാവശ്യം കുറേ വീട്ടിലേക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈവിലേക്ക് വരുന്നുണ്ട്. ലൈവിലേക്ക് വരുന്നവരെല്ലാം തന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. സോണിച്ചൻ ആന്റണി എന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാം ID. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയും മൊത്തത്തിൽ ഞാൻ എപ്പോൾ ഇട്ടാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ടുള്ള ഒരു ദയ കാണിക്കുക, കരുണ കാണിക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ വിട്ട് ഫേസ്ബുക്കിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹരിഹരിയൊക്കെ വന്നിട്ടുണ്ട്. ഹരിഹരിയൊക്കെ നമ്മുടെ സ്ഥിരം ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം, പിന്നെ ജോസഫ് വന്നിട്ടുണ്ട്. ജോസഫ് ജോൺ, ഹായ്. കണ്ടു കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപിടി ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. കണ്ടു ഞാൻ എൻ്റെ പ്രത്യേക അന്വേഷണം കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒരുപാട് കമന്റ്സ് എന്നോടും ചോദിക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. നിങ്ങൾ കമന്റ്സിലൊക്കെ ഒന്ന് അറിയിച്ചാൽ ഞാൻ അതനുസരിച്ച് സംസാരിക്കാമായിരുന്നു. പിന്നെ വേറെ എന്തുണ്ട്? അപ്പോൾ ഹരി ഈസ് വാച്ചിങ്. ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ലൈക്ക് അടിച്ച് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ലൈക്ക് അടിച്ചതിന് പ്രത്യേകം താങ്ക്സ്. ജോസഫിന് പ്രത്യേകം താങ്ക്സ് കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് എൻ്റെ ബന്ധുക്കളൊക്കെ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോണിച്ച എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഹരിഹരി. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി ടൗണിലുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെ ഇന്ന് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വീട്ടിലെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. നാളത്തേക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. അപ്പം അത് വാങ്ങാനായിട്ടൊക്കെ വന്നതാണ്. പിന്നെ ചായ കുടി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ചായ കുടി കഴിഞ്ഞു. ഒരു ചായയും ഒരു വടയും കഴിച്ചായിരുന്നു. പിന്നെന്താണ്, വേറെ എന്താണ്? അനിൽകുമാർ വന്നു, ഹായ് പറഞ്ഞു. ഹായ് അനിൽകുമാറെ, ഹായ്. പിന്നെ ജഗദീശൻ, ഓക്കെ, ഹായ്. ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സ്വീകരിച്ചിരിക്കുന്നു. തിരിച്ച് ഞാനും ഗുഡ് ഈവനിങ് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും തന്നെ ചായ കുടിച്ചല്ലോ അല്ലേ? ചായ കുടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഈ സമയമാകുമ്പോൾ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. പിന്നെ
ഞാൻ ഇവിടെ കുറച്ചു നേരം ഞാൻ നമ്മുടെ ഇവിടുത്തെ ട്രാഫിക്കൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വണ്ടിയെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ചങ്ങനാശ്ശേരി നമ്മുടെ മെയിൻ റൂട്ടേ തിരുവനന്തപുരമൊക്കെ പോകുന്ന ആ റൂട്ടിൽ ഭയങ്കര ടൗണിലെ ഇപ്പം ഭയങ്കര ബ്ലോക്കാണ്. നമുക്കവിടെ ബൈപ്പാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ബ്ലോക്ക് മിക്കവാറും ഒക്കെ വരുമ്പോൾ ഈവനിങ് സമയത്തൊക്കെ ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ പോലീസ് ഓഫീസേഴ്സൊക്കെ അത് നിയന്ത്രിക്കുന്നൊക്കെ ഉണ്ട്. അവരാൽ കഴിയുന്ന പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താണ് വണ്ടികൾ കൂടുതലായിട്ടാണ്. ഒരുപാട് എന്ത് വാഹനങ്ങളാണ് ഇതിലെ പാഞ്ഞു വരുന്നത്. ഒന്നാമത് ചെറിയ റോഡുമല്ലേ, ഇതിന് ബൈപ്പാസിൽ കൂടെ പോകേണ്ടവർ പോലും ഇതിലേ കയറി വരും. അതൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ശരിക്കും കോട്ടയം ഒക്കെ പോകേണ്ടവരൊക്കെ സംബന്ധിച്ച് ഇപ്പം തിരുവല്ലയിൽ നിന്നൊക്കെ കോട്ടയം പോകേണ്ടവരൊക്കെ സംബന്ധിച്ച് ശരിക്കും ചങ്ങനാശ്ശേരി ടൗണിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ ബൈപ്പാസ് വഴിയൊക്കെ കയറി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഈ ചങ്ങനാശ്ശേരി ഈ പറഞ്ഞ ടൗണിൽ ഗതാഗത കുരുക്കുണ്ടാകത്തില്ല. പക്ഷെ അത് കേൾക്കില്ല, ആരും ചെയ്യില്ല. എല്ലാവരും ഇതിലെ തന്നെ വരും. ഇവിടെ ഭയങ്കര ബ്ലോക്കാവും. ട്രാഫിക്കിൻ്റെ അവിടെ വണ്ടി ഭയങ്കര ബ്ലോക്കാവും. പിന്നെ ഒന്ന് വന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഇങ്ങനെ തുടരെ വണ്ടി വരും. ചങ്ങനാശ്ശേരി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരിയിലെ ടൗണിൽ തന്നെയാണ് കേട്ടോ. അതായത് ടൗണിൽ തന്നെയാണ്. അതായത് ഇവിടെ പുതൂർ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ജമാഅത്ത് മുസ്ലിം പള്ളിയാണ്. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ടൗണല്ലേ, അപ്പം നമുക്ക് പരിചയമുള്ളവരെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ നാട്ടുകാരും ഒക്കെ ഇവിടെ ഈ ടൗണിനെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരുവിധം നമ്മുടെ നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ ഒരുപാടുണ്ട്. പുതിയ ഫോണാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വീഡിയോ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് തന്നെ പുതിയ ഫോണൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐഫോൺ 16 പ്രോ മാക്സിൻ്റെ കേട്ടോ. അപ്പോൾ പുതിയ ഫോണാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒക്കെ ഒരുപാട് പേര് നല്ല കമൻസൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് നാളായിട്ട് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അതായത് നല്ലൊരു ഫോൺ മേടിക്കണമെന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. ഐഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഐഫോണിന് അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് 11 ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറച്ച് കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. സോണിച്ച ഒരു പുതിയ ഫോണൊക്കെ മേടിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഞാൻ പുതിയ ഫോണും ഒക്കെ മേടിച്ചത്, നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ട്. പിന്നെ സാമ്പത്തികമൊക്കെ ഒത്തുവരണ്ടേ. അപ്പോൾ അതനുസരിച്ചൊക്കെ നമുക്കൊരു പുതിയ ഫോണൊക്കെ ആയി. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് വിടുന്നതും അതിലൂടെയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ പുതിയ ഈ ഐഫോണിൽ എടുത്തിരിക്കുന്നതൊക്കെ ഫോട്ടോയാണ് ഞാൻ ഫേസ്ബുക്കിലും ഒക്കെ വിടുന്നത്. അതുമൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ, ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ. അങ്ങനെ പോകുന്നു. പിന്നെ തമിഴ് തെരിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തമിഴ് കൊഞ്ചം തമിഴ് പേസും. പക്ഷേ തമിഴ് എനിക്കത്ര വശമില്ല. പിന്നെ കുറേശ്ശെ കൊഞ്ചം ചൊല്ലും. ഓക്കെ. പിന്നെ ഫോണിൻ്റെ വില എത്ര എന്നൊക്കെ ചോദിക്കുന്നു. ഫോണിൻ്റെ വില ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ. അതായത് ഞാൻ സാമ്പത്തികം ഇച്ചിരി കുറച്ച് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഐഫോൺ 16 പ്രോ മാക്സ് അല്ലേ. ഞാൻ അതിൻ്റെ വിലയൊന്നും പറയുന്നില്ല. ഒരു മൊബൈൽ കടയിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ അവർ കൃത്യം പറഞ്ഞുതരും. അറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഐഫോൺ 16 പ്രോ മാക്സിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ മതി. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, വില കൂടുതലാണ്. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബൈക്കുകാരൻ്റെ ബൈക്ക് മറിഞ്ഞു വീഴാനായിട്ട് പോയി. സ്റ്റാൻഡ് തട്ടിയിട്ടേ അത് ഞാൻ പെട്ടെന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയയൊക്കെയുള്ള, ഇവിടെ ഒരുപാട് കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഷെയ്ക്കൊക്കെ കുടിക്കാനും ജ്യൂസൊക്കെ കുടിക്കാനും അങ്ങനെയുള്ള ഇതിനൊക്കെ വന്നാൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് നല്ല സർബത്തും ഒക്കെ കിട്ടും. ഞാനിവിടെ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സർബത്തൊക്കെ കേട്ടോ. സോഡാ സർബത്തൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്താകുമ്പോഴത്തേന് കുറച്ച് ഇഞ്ചിയും കൂടെ ഒക്കെ ഒഴിക്കുമ്പോൾ വയറിനും നല്ല സുഖമുണ്ട്. ഞാനതൊക്കെ ഇവിടെ വന്ന് ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ, ടൗണിൽ വരുമ്പോൾ നല്ല ദാഹം തോന്നുമ്പോൾ ഇവിടെ വന്ന് സർബത്തൊക്കെ കുടിക്കും. അതിന് പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ഫോണിൻ്റെ വില എത്ര? 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട് ഇപ്പം വില. അതിൻ്റെ മുകളിലായിരുന്നു 1.60 ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ കുറഞ്ഞു. ഇപ്പം 17 വന്നു. എനിക്ക് പക്ഷേ 17നേക്കാളും കൂടുതൽ, ഐഫോൺ 17നേക്കാളും കൂടുതൽ എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് 16 പ്രോ മാക്സ് ആണ്. അതായത് 17നേക്കാളും നല്ല ഒരു എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. ഏതാ? ഐഫോൺ 16 പ്രോ മാക്സിൻ്റെ നല്ല അടിപൊളി ഐഫോണാണ്. നല്ല കൊണ്ടു നടക്കാനും സുഖം, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും. അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. വീഡിയോയുടെ ക്ലാരിറ്റി, പെർഫെക്ഷൻ, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. നമുക്ക് വീഡിയോയ്ക്കൊക്കെ നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നു.
ന്യൂ ഷർട്ടാണോ? അതെ അതെ അതെ, പുതിയ ഷർട്ടൊക്കെയാണ്. പുതിയ ഷർട്ടൊക്കെ ഞാൻ വാങ്ങി. കാരണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളിനി കുറച്ച് വെറൈറ്റിയൊക്കെ ആകണ്ടേ, മോഡേണൊക്കെ ആകണ്ടേ. ആൾക്കാരുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ട് നമ്മളും കുറച്ചൊക്കെ പുതിയ ഷർട്ടുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങി. പിന്നെന്താണ്, അങ്ങനെ ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി. നമുക്കും മാറണ്ടേ, സമൂഹത്തിലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ. നിങ്ങളൊക്കെയല്ലേ നമുക്ക് സപ്പോർട്ട് തരുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെന്താണ്, വേറെ പറയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇപ്പം നമ്മളെ ഇങ്ങനെ വീഡിയോയൊക്കെ കണ്ട് തുടക്കം മുതൽ അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് നന്ദി കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ചില ആൾക്കാരെ ഒന്നും അറിയുക പോലും ഇല്ല കേട്ടോ. ഇപ്പം അബ്ദുൽ ഗഫൂർ വന്നിട്ടുണ്ട്. ഹായ് അബ്ദുൽ ഗഫൂർ, വീഡിയോയൊക്കെ ഒന്ന് കാണാം കേട്ടോ. കണ്ടിട്ട് വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ്ബുക്കിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൊന്നും മടി വിചാരിക്കരുത് കേട്ടോ. പിന്നെ ഒരു ലൈക്കും കമന്റും ഒക്കെ ഒന്ന് വിട്ടേക്കുക. ഒരു പിശുക്കൊന്നും കാണിക്കരുത്. ഒരു പാവപ്പെട്ടവനല്ലേ ഞാൻ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഞാൻ നിങ്ങളോടൊക്കെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിക്കുന്നതൊക്കെ. തുടക്കം മുതലേ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒക്കെ എല്ലാത്തിലും ലൈവ് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ അല്ലേ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളൂ. ആരോടും ഞാൻ ഇന്നുവരെ ഒരു ജാടയോ ഒരു അഹങ്കാരമോ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ടും വളരെ ഫ്രണ്ട്ലി ആയി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അഹങ്കാരവും തലക്കനവും ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ശരീരം കാണുമ്പോൾ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വലിയ ചാടക്കാരനാണെന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാനൊരു പാവമാണ്. പിന്നെ ഞാൻ പറഞ്ഞറിയണ്ട, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ എന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ സോണിച്ച ഫുഡ് വീഡിയോ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫുഡ് വ്ളോഗ് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഫുഡിന്റെ വ്ളോഗ് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ, ട്രാവലിംഗ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ചാരിറ്റിയുടെ വീഡിയോ ഇടയ്ക്ക് ഇടുന്നുണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ന്യൂസുകൾ ഇടുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ വീഡിയോയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളോട് പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചുകൊണ്ട് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇന്ന ഒരു കാറ്റഗറിയിൽ നിന്നല്ല. തുടക്കത്തിൽ ഞാൻ ഫുഡ് മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു ട്രാവലിങ്ങും അതുപോലെ ചാരിറ്റിയും അതുപോലെ അങ്ങനെയുള്ള വീഡിയോസും കൂടെ ഒക്കെ ഉൾപ്പെടുത്തണം, ന്യൂസ് ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ഞാനും അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് ഞാനും അങ്ങനെ വീഡിയോയ്ക്ക് മാറ്റം വരുത്തി. എൻ്റെ ചാനലിൽ, യൂട്യൂബ് ചാനലിലും ഞാൻ ഇടുന്നുണ്ട്, അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരറിയാവോ? ഇപ്പോൾ ഫോണൊക്കെ കയ്യിലുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സോണിച്ചൻ NK വ്ളോഗ് എന്നാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ. സോണിച്ചൻ NK വ്ളോഗ് എന്നാണ് കേട്ടോ. ആ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഫോണിൽ ഇപ്പം തന്നെ കയ്യിലെടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചിടുക. യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും അടിക്കുക. സോണിച്ചൻ NK വ്ളോഗ്, സോണിച്ചൻ NK വ്ളോഗ് ഒന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും അടിച്ചിടുക. അപ്പം എൻ്റെ വീഡിയോ ചെയ്ത ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഉടൻ തന്നെ അത് ഓപ്പണാക്കി കാണാവുന്നതാണ്. പിന്നെ വേറെ എന്തുണ്ട്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ എൻ്റെ ഫേസ്ബുക്ക് കേട്ടോ സോണിച്ചൻ ആന്റണി എന്നാണേ. അതുപോലെ ഇൻസ്റ്റാഗ്രാം സോണിച്ചൻ ആന്റണി എന്നാണ്. രണ്ടും ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. രണ്ടും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്കും കമന്റും ഷെയറും ഞാൻ ഇനിയും പറയണ്ട കേട്ടോ. പറയാതെ തന്നെ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. വീഡിയോ കണ്ടേ ഉടനെ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക. കുറച്ച് സമയമൊക്കെ ഒന്ന് കാണാൻ നോക്കുക. ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാം. പിന്നെ ഈ പറയുന്ന കണക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് വലിയ ഗഹനമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തത്വങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് ലൈവായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ. അല്ലാതെ അതിൻ്റെ അത് കഥയൊന്നുമില്ല.
ലൈവിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഇടണേ. അത് ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഞാൻ ചിലതിൻ്റെ അകത്തൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അത് ഞാൻ ഈയിടെ പോയി ചങ്ങനാശ്ശേരി കാന്താരിയിൽ പോയി വീഡിയോ ഇട്ടായിരുന്നല്ലോ. അവിടെ കാന്താരി റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്, അവിടെ പോയി ഇട്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ അച്ചായൻസ് റെസ്റ്റോറൻറ്റിൽ ഇട്ടായിരുന്നല്ലോ. ഇത് രണ്ടും ബൈപ്പാസിലാണ് കേട്ടോ. ഈ ബൈപ്പാസിലെ അവിടെ പോയി ഞാൻ ഇട്ടായിരുന്നല്ലോ. പിന്നെ പെരുന്ന സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അതും ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതിനകത്തൊക്കെ ഈ ഗ്രിൽഡ് അങ്ങനെയുള്ള ചിക്കനൊക്കെ ഉണ്ടല്ലേ, ഈ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്, അങ്ങനെ ആ ചിക്കനും ഒക്കെ. അതുപോലെ അവിടെ ഫുഡും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ എവിടെയാ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം. പിന്നെ കരിമ്പൻകാല കോട്ടയത്തിൻ്റെയും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്ക് ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്, അവിടെ കരിമ്പൻകാല അവിടെ പോയി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കോട്ടയത്തിനടുത്ത് തന്നെ കേട്ടോ. അവിടെ പള്ളം അവിടെ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ആ വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചതൊക്കെ അവിടുത്തെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചതൊക്കെയാണ്. പക്ഷേ ഇപ്പം പണ്ടത്തെ ആ ഒരു ഇതില്ല കേട്ടോ. ആ കരിമ്പൻകാലയിലൊക്കെ ഞാൻ ആദ്യം കഴിച്ചപ്പോൾ ഒക്കെ കരിമ്പൻകാല കോട്ടയം പള്ളത്തുള്ള കരിമ്പൻകാലയിൽ അവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു അവിടുത്തെ കുക്കൊക്കെ മാറിയോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ അന്നൊക്കെ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ടേസ്റ്റ് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുക്കിൻ്റെ പഴയ കുക്കൊക്കെ മാറി കാണും. എനിക്ക് തോന്നുന്നു അതായിരിക്കാം. പക്ഷേ എനിക്ക് അന്നത്തെ ആ ഒരു ഫീല് കിട്ടിയില്ല കേട്ടോ. ഇപ്രാവശ്യം കഴിക്കാൻ പോയപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ കരിമീനൊക്കെ കഴിക്കുന്നത്. പക്ഷേ ആ കരിമീൻ കഴിച്ചു ഞാൻ. പക്ഷേ മറ്റേത് ആ ഇലയിലൊക്കെ ഉണ്ടല്ലോ, ഒരു കിഴങ്ങും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഇല പൊട്ടിക്കുമ്പോൾ ഒക്കെയുള്ള സ്മെല്ലും ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് നുള്ളിയെടുത്ത് കഴിക്കുമ്പോൾ നാവിയിലോട്ട് വെക്കുമ്പോഴത്തേനൊക്കെയുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ അന്ന് കുറച്ച് മുമ്പുള്ള ആ കുക്കൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ആ ഷെഫൊക്കെ മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നി. ഇപ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് ഇപ്രാവശ്യം തോന്നിയില്ല കരിമ്പൻകാലയിലൊക്കെ പോയിട്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൻ്റെ അടുത്തുള്ള അച്ചായൻസിലെ എനിക്കിഷ്ടപ്പെട്ടു. അച്ചായൻ റെസ്റ്റോറൻറ്റിലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ മറ്റേതിൻ്റെ പേരെന്നാ കാന്താരിയിലെയും ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസും ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തോംസൺ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് തോംസൺ, ഹായ്. വീഡിയോ ഒക്കെ കാണുന്നതിൽ ഒരുപാട് നന്ദി. ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. കണ്ടു കേട്ടോ, കണ്ടു. ഹായ്, ഓക്കെ, താങ്ക് യു. തുടർന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ. പിന്നെ എല്ലാവരും നമ്മുടെ ലൈവിലൊക്കെ വന്ന് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ 1-2 പേര് അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മോശം കമന്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. ഇത് ലൈവാന്നുള്ള ഒരു ചിന്ത വേണം കേട്ടോ. ഒരുപാട് ഫാമിലി കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ചിലപ്പം നിങ്ങളുടെയൊക്കെ വീട്ടുകാരും ഒക്കെ ഇതൊക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ മറക്കണ്ട. പിന്നെ ഈ പറഞ്ഞ കണക്ക് നല്ല കമന്റ്സൊക്കെ വിടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. മോശം കമന്റൊക്കെ വിടാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികളും ഒക്കെ കാണുന്നുണ്ട് ഈ വീഡിയോ, നമ്മുടെ വീഡിയോ ഒക്കെ. അതുപോലെ സ്ത്രീകൾ കാണുന്നുണ്ട്, ഫാമിലി കാണുന്നുണ്ട്, എൻ്റെ ബന്ധുക്കൾ കാണുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ കാണുന്നുണ്ട്, എൻ്റെ നാട്ടുകാർ കാണുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരും കാണുന്നുണ്ട്. പല ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ലൈവൊക്കെ ചിലപ്പോൾ ഇടുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞ് നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിക്കുക. ഇപ്പോൾ മോശം കമന്റ് ഇടുന്നെന്നും പറഞ്ഞ് എനിക്ക് ഒന്നും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത് നല്ലതല്ല. അത് കാരണം നമുക്ക് നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ, കാരണം നല്ല കമന്റ്സ് തരുമ്പോൾ നമുക്കും അതിൽ സന്തോഷം തോന്നും. തിരിച്ച് നിങ്ങളോട് റിപ്ലൈ തരാനുള്ള ഒരു മറുപടി നമുക്ക് ലൈവിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ. ഇപ്പം ചില ആൾക്കാർ നമ്മളോട് നല്ല രീതിയിലൊക്കെ കമന്റ്സ് ഇടുമ്പോൾ ഞാൻ അവരോടൊക്കെ തിരിച്ച് അതേപോലെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരെയും ലൈവിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കണ്ടാൽ ഞാൻ ആ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ടൊക്കെ പരിശ്രമിക്കാറുണ്ട്. ഓക്കെ. പിന്നെ വെങ്കടേഷ് വന്നിട്ടുണ്ട്. വെങ്കടേഷ് ഹായ്, സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദി, താങ്ക്സ്. തോംസൺ ഓക്കെ, താങ്ക് യു. പിന്നെ ഒരുപാട് പേര് ഈ ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. കാരണം ലൈവിൽ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. ലൈവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ദയവ് ചെയ്ത് ഫോണൊക്കെ അങ്ങനെ വിളിക്കാതിരിക്കുക, ലൈവിലൊക്കെ വിളിക്കാതിരിക്കുക. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ വല്ല ഷൂട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് സംഭവിക്കുന്നത്.
നമ്മൾ ഷൂട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിലൊക്കെ നിൽക്കുമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ പേരൻസിന്, എൻ്റെ മാതാപിതാക്കൾക്ക് പ്രായമൊക്കെയാണ്. അപ്പോൾ അവരെയും കൊണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലിക്കാരുമായിട്ട് വീട്ടിൽ ജോലിക്കാരുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കോൾ വരുന്നെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും എന്താണ് ഫോൺ എടുക്കാത്തതെന്ന്. അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാകാതൊക്കെയാണ് അവരങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കറിയില്ല ഞാൻ എവിടെയാണെന്നുള്ളത്, അതുകൊണ്ടൊക്കെയാണ്. അപ്പം പിന്നെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഈവനിങ് എന്താ പ്രോഗ്രാം? പ്രത്യേകിച്ച് എന്താ, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് വീട് വിട്ട് അങ്ങനെ ഒരുപാട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കാനോ ഉള്ള ഇതൊന്നുമില്ല. വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുക. പിന്നെ മരുന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കണ്ണിലൊക്കെ ഒഴിക്കാനുള്ള മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ചുകൊണ്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഇങ്ങനെയുള്ള ടൗണിൽ വരുന്ന സമയത്താണ് ഞാൻ അതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ വീട്ടു സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഈവനിങ് എന്താണെന്ന് ഹരിയൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മറുപടി തന്നതാണ് ഹരിയോട്. പിന്നെ ഹരിയാണ് തുടക്കം മുതലേ, ഹരിയെപ്പോലെ 1-2 പേര് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഫുള്ള് ലൈവിലെ മെസ്സേജ് വിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് വലിയൊരു താങ്ക്സ് കേട്ടോ. പിന്നെ രമേശ് വിളിക്കുന്നുണ്ട്, ഗൾഫിൽ നിന്നൊക്കെയാണ് കേട്ടോ. ഹായ്, ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ രമേശ് ഗൗർ കേട്ടോ. ഓക്കെ. പിന്നെ ഹരിഹരി, പിന്നെ എൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലുള്ളവരുണ്ട്, അവരൊക്കെ നമുക്ക് മെസ്സേജ് തരുന്നുണ്ട്, ലൈവിൽ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗൾഫുകാരാണ് കൂടുതൽ. പിന്നെ അമേരിക്കൻ മലയാളീസ് ഉണ്ട്, അവരുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ മലയാളീസ് ഉണ്ട്. പിന്നെ അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളവരുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട്, എനിക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ മലയാളികൾ, ഒരുപാട് മലയാളീസ് നമ്മളെ നെഞ്ചിലേറ്റി നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ, എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, അതാണ് ഏറ്റവും വലിയ രസം. എന്നെ ഒരിക്കൽ പോലും ഇവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്, സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഫോണിൽ കൂടെ പോലും സംസാരിച്ചിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ എന്നാലും ആ ഒരു സ്നേഹം എന്നോട് കാണിക്കുന്നതിൽ, ഒരു അടുപ്പം കാണിക്കുന്നതിൽ പ്രത്യേകം നന്ദി. പിന്നെ എന്താണ്, ഷമീർ കണ്ടിട്ടുണ്ട്, ഹായ് വിടുന്നുണ്ട്, ഹീ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഷമീറെ ഹായ്. പിന്നെ ഹരിഹരി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷമീർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇവിടെ ഈവനിങ് ആയി, ലൈറ്റൊക്കെ ഇരുട്ടി തുടങ്ങി. ഇവിടെ പുതൂർപ്പള്ളി, ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി, ഇവിടെ ഈ കടകളൊക്കെ തന്നെ സജീവമായി. ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് കടകളും എല്ലാം സജീവമായി. ഒരുപാട് ജ്യൂസ് കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കട നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ കടകളിലും ഒരു 5-8 കടകളുണ്ട് ഇവിടെ കേട്ടോ, ഷെയ്ക്കൊക്കെ വിൽക്കുന്ന കടകളൊക്കെ. അവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞു. ജ്യൂസ് കുടിക്കാൻ ആളുണ്ട്, സർബത്ത് കുടിക്കാൻ ആളുണ്ട്. ഞാനും ചില സമയം ഇതുപോലെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇവിടെയുള്ള കടയിൽ കയറിയാണ്. ഈ പുതൂർപ്പള്ളിയുടെ ഇവിടെ നല്ല സർബത്തൊക്കെ കിട്ടും, അപ്പോൾ അത് കുടിക്കാനൊക്കെ ഇവിടെ വന്ന് കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ലൈവ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് കണ്ടപ്പോൾ, ട്രാഫിക് ബ്ലോക്ക് കണ്ടപ്പോൾ ഒരു ലൈവ് ഇട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഇപ്പോൾ എത്രയോ തിരക്കാന്ന് നോക്കി. ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞു. ചങ്ങനാശ്ശേരി മെയിൻ റൂട്ടാണ്, തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ പോകുന്ന റൂട്ടാണ് അവിടെ. പക്ഷേ ഈ ഒന്നാമത്തെ കാര്യം, ആൾക്കാർ ബൈപ്പാസിലൂടെ പോകുന്നില്ല, അതാണ് ഏറ്റവും പ്രോബ്ലം. ഇപ്പം തിരുവല്ലയിൽ നിന്ന് കോട്ടയം പോകേണ്ടവർ, അല്ലെ മൂവാറ്റുപുഴ പോകേണ്ടവരൊക്കെ ശരിക്കും ഈ പറഞ്ഞ ചങ്ങനാശ്ശേരി വഴി വരേണ്ട കാര്യമില്ല, ടൗൺ വഴി വരേണ്ട കാര്യമില്ല. അവർക്ക് ഈ പറഞ്ഞ തിരുവല്ല വഴി വന്നിട്ട് ബൈപ്പാസ് വഴി നേരെ റെയിൽവേയുടെ അതിലേക്ക് കയറി ആ ബൈപ്പാസ് വഴി പാലാത്ര ജംഗ്ഷനിൽ വന്നിട്ട് അങ്ങനെ അങ്ങ് പോകാവുന്നതാണെങ്കിൽ ഇവിടെ ഈ ടൗണിൽ ഈ ബ്ലോക്കൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നവരും അതിലെ വന്ന് പാലാത്ര വഴി വന്നിട്ട് നേരെ റെയിൽവേയുടെ അതിലെ പോയിട്ട് നേരെ ഈ പറഞ്ഞ മറ്റേ തിരുവല്ലയുടെ അവിടത്തേക്കുള്ള ബൈപ്പാസിലേക്ക് ചാടിയാൽ ബ്ലോക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം അവിടെ എന്തോ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇപ്പോൾ ഇലക്ഷനല്ലേ, രാഷ്ട്രീയക്കാരുടെയൊക്കെ പരിപാടി പുറത്തുകൂടെയൊക്കെ പ്രചരണമൊക്കെ നടത്തുന്നു. SDPIയുടെയോ ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട് പുറത്ത്. എല്ലാ പാർട്ടികളും, ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളും ഇപ്പം ഭയങ്കര പ്രചരണമാണ്. പിന്നെ എന്തുണ്ട്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ചങ്ങനാശ്ശേരിയിലാണല്ലോ, ചങ്ങനാശ്ശേരി ടൗണിലുണ്ട് കേട്ടോ, ചങ്ങനാശ്ശേരി ടൗണിലുണ്ട്. പിന്നെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷമീർ. സുഖമാണ് ഷമീറെ, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ
ഒരു വലിയ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ അതുപോലെ വീട്ടിലും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ എന്താണ്, ഇപ്പം ഞാൻ ലൈവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചാണ് ലൈവിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് വരാൻ തുടങ്ങിയത്. ഇത്രയും നാളെ ഞാൻ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷെ ലൈവ് ഇടാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ നമ്മൾ ലൈവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈവ് കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളും ഞാൻ ലൈവ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം പ്രേക്ഷകരൊക്കെ ലൈവ് ഇടണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ലൈവ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളതിൽ വലിയ സന്തോഷം. അപ്പോൾ എന്താണ്, ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള, അതായത് ഈ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഉള്ള മലയാളികൾ നമ്മളുടെ വീഡിയോയ്ക്ക് ഈ പറഞ്ഞ കണക്ക് എന്താണ് സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. അതായത് ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വിദേശത്ത് മറ്റ് യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പറയൂ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ തൽക്കാലം ഈ ബ്ലോക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാ ഈ വീഡിയോ ഞാൻ എടുത്തത്. പിന്നെ ഈ ഇവിടുത്തെ ഈ കടയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ കടയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം അല്ലേ? നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.